പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷങ്ങളായി യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും യഥാർത്ഥ സത്യസുവിശേഷം JCNDSD അഥവാ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ ചാനലിലൂടെ നിങ്ങൾ കേട്ടുവരുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസാന കാലത്ത് കാലം അതിന്റെ അന്ത്യത്തിലേക്കും ഭൂമി അതിന്റെ സമാപ്തിയിലേക്കും നീങ്ങുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളും യേശു ക്രിസ്തു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കൻ എന്ന് അരുളി ചെയ്തിരിക്കുന്ന പ്രകാരം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ലോക സംഭവ വികാസങ്ങളെ നിരീക്ഷിച്ചു വരുന്ന ഏവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന ഈ ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ 3-4 വർഷങ്ങളിലധികമായി ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെയും ഏക സത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെയും തിരുവെഴുത്തുകളാൽ തെളിയിക്കുകയും നിരവധി ഇതര ക്രിസ്തീയ മണ്ഡലങ്ങളിലുള്ള പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ളവരും തൃത്വ പെന്തക്കോസ്തുകാരോടും അതുപോലെ എപ്പിസ്കോപ്പൽ സഭയിലുള്ള പലരുടെയും വീഡിയോകൾ ഖണ്ഡനം ചെയ്തും ഈ സത്യത്തെ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള അവസരം ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇതിനോടകം 2500-നടുത്തുള്ള വീഡിയോകൾ കാണുവാനും ഞങ്ങൾ നിലനിൽക്കുന്ന സത്യം ഏതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അവസരം ദൈവകൃപയാൽ ഞങ്ങൾക്ക് ദൈവം നൽകിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രിയിലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ യെരുസലേമിൽ മുതൽ സ്ഥാപിതമായ യഥാർത്ഥ സത്യസഭയുടെ ഉപദേശം തന്നെയാണ് ഞങ്ങൾ ഒരു പ്രസംഗ വിഷയമാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്തു എന്നത് ദൈവ മർമ്മമാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ മുതൽ സകല പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ മാംസ പ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണ് എന്നുള്ളത്. വായിക്കുവാനായിട്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കൊളോസ്സോസിലെ സഭയിൽ അവിടെയുള്ള വിശുദ്ധന്മാർക്ക് യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള മർമ്മം അറിയണം, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കണമെന്ന് താൻ വളരെ പോരാട്ടം കഴിക്കുന്നു എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ക്രിസ്തീയ ഗോളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ തുടങ്ങിയ എല്ലാ സഭാ സമൂഹങ്ങളും ഒരുപോലെ അവർ യേശു ക്രിസ്തു ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അടിസ്ഥാനപ്പെട്ടുള്ള ഉപദേശങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ യഹോവ എന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും, ഇസ്രായേലിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തു പോകുന്ന പൗലോസ് തൻ്റെ
കൺവേർഷന് ശേഷം, തന്റെ രൂപാന്തരത്തിന്റെ ശേഷം താൻ ഘോരഘോരം കത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും യേശുക്രിസ്തു തന്നെയാണ് ഏക സത്യ ദൈവമെന്ന് പഠിപ്പിക്കുന്നതായിട്ട് തന്റെ ലേഖനങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഈ വാദഗതി ഉന്നയിച്ചുകൊണ്ട് യഹൂദന്മാരുടെ സർവ്വസഭയിലും സെൻഹദ്രീൻ സംഘത്തിലും ഓടി നടന്ന് ക്രിസ്തു തന്നെയാണ് യേശു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് അവരുടെ വായ അടച്ചതായി നിരവധി തിരുവെഴുത്തുകൾ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ തന്റെ യഹോവയെക്കുറിച്ചുള്ള തന്റെ തീഷ്ണതയും പഴയ നിയമത്തിലുള്ള തന്റെ പ്രാവീണ്യവും ഗമാലിയലിന്റെ പാദപീഠത്തിലുള്ള തന്റെ പഠനവും സംബന്ധിച്ച് തന്റെ പിതാക്കന്മാരായ ഇസ്രായേൽ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും യഹോവയ്ക്ക് സമനായി ആരുമില്ലെന്നും ഉള്ള പഴയ നിയമ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പ്രസംഗിച്ചും പഠിപ്പിച്ചും വരവേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ശേഷം യെരൂസലേമിൽ ആരംഭിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ സഭ യേശുക്രിസ്തുവിനെ ഏക സത്യ ദൈവമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും അവരോധിക്കുകയും ചെയ്തതിന്റെ പക തീർക്കേണ്ടതിന് വേണ്ടി ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുവാൻ യഹൂദ മത നേതാക്കന്മാരിൽ നിന്ന് കത്തുകൾ വാങ്ങി ക്രിസ്ത്യാനികളെ വലിച്ചിഴച്ച് യെരുസലേമിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുകയും കൊല ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സൗൾ എന്ന വ്യക്തി ദൈവസഭയെ ഉപദ്രവിച്ച് മുടിച്ചു പോരവേ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് സൂര്യനെ വെള്ളുന്ന ഒരു വെളിച്ചത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു തന്നോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൗൾ എന്ന വ്യക്തി മാനസാന്തരപ്പെടുകയും പഴയ നിയമത്തിൽ താൻ സേവിച്ചു വന്നിരുന്ന യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് തനിക്ക് യേശുക്രിസ്തുവിനാൽ വെളിപ്പെട്ട് ലഭിക്കുകയും ചെയ്തതിനു ശേഷം താൻ പിന്നീട് അറബിയിൽ പോയി 3 സംവത്സരം താൻ ഒരിക്കൽ പഠിച്ചിരുന്ന അതേ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന്, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവിടെ എഴുതപ്പെട്ടതായി കാണപ്പെടുന്ന ക്രിസ്തു എന്ന വരുവാനുള്ള മെസ്സിഹയെ കുറിച്ചുള്ള സകല പ്രവചനങ്ങളും യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടതായി പരിശുദ്ധാത്മാവിനാൽ പ്രബോധനം ലഭിച്ചു കഴിഞ്ഞ് താൻ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. അപ്പൊ പൗലോസിന്റെ പ്രസംഗത്തിന്റെ ആകെത്തുക പരിശോധിച്ചാൽ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അദൃശ്യനായ ദൈവമാണ് ദൃശ്യമായി വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തു എന്ന് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:15 പൗലോസ് പറയുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ ദൃശ്യമാണ്, ദൃശ്യരൂപമാണ്, പ്രതിമയാണ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ പൗലോസ് എന്ന വ്യക്തിക്ക് തന്റെ മാനസാന്തരത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ വചനത്തിൽ ലഭിച്ച പരിശുദ്ധാത്മ നിയോഗത്താൽ ലഭിച്ച പ്രാവീണ്യം സംബന്ധിച്ച് തന്റെ സുവിശേഷ ഘോഷണത്തിന്റെ 3 മിഷണറി യാത്രകളിൽ ഉടനീളം തന്റെ പ്രസംഗത്തിന്റെ കാതൽ എവിടെയും യേശുക്രിസ്തു തന്നെയാണ്, അല്ലെങ്കിൽ യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്നുള്ളതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ എവിടെയും തിരുവെഴുത്തുകളിൽ ഇവയെല്ലാം വ്യക്തമായി പൗലോസിന്റെ കത്തുകളിലും ശേഷം അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിലനിന്ന് പോരുന്നത്, അടിസ്ഥാനപ്പെട്ടു പോരുന്നത് AD 325 നൈസിയൻ കൗൺസിലിൽ വെച്ച് സ്ഥാപിതമായ ട്രിനിറ്റി എന്ന ഫോർമാറ്റിലുള്ള ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാകട്ടെ പരിപൂർണമായും ദൈവവചനത്തിന്റെ നിഷേധവും ദൈവിക തത്വങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളുടെ കടുത്ത നിഷേധവുമാണെന്ന് വ്യക്തമായി തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയും. പഴയ നിയമത്തിലുടനീളം യഹോവയായ ദൈവം താനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ ആരുമില്ലെന്നും താൻ മാത്രം യഹോവയാണെന്നും താനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും താൻ ഇസ്രായേലിന്റെ രാജാവാണെന്നും താൻ ഇസ്രായേലിന്റെ ഭർത്താവാണെന്നും
നിരവധി തിരുവെഴുത്തുകളിലൂടെ തെളിയിക്കുന്നതായി കാണാൻ സാധിക്കും. പഴയ നിയമം പരിശോധിക്കുമ്പോൾ 649 പ്രഖ്യാപനങ്ങൾ യഹോവ നടത്തുന്നത് ഞാൻ എന്നുള്ള ഏകവചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഞാൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ആ ഒരേ ഒരു ദൈവം തന്റെ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ പ്രസ്താവനകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എന്ന പദത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സഭാ വിഭാഗങ്ങൾ ഒരുപോലെ ദൈവം 3 വ്യക്തികളുടെ കൂട്ടായ്മയാണെന്നും ആ വ്യക്തികളിൽ ഒരാൾ പിതാവാണെന്നും ഒരാൾ പുത്രനാണെന്നും ഒരാൾ പരിശുദ്ധാത്മാവാണെന്നും ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമസ്വഭാവമുള്ള സമശക്തികളായ ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യത മുതൽ നിത്യത വരെയും 3ആയി നിലകൊള്ളുന്ന 3 ദൈവങ്ങളുടെ കൂട്ടായ്മയാണ്. അതാണ് ട്രിനിറ്റി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ യെരുസലേമിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു തുടങ്ങിയ ആ ദൈവം ഇനി തന്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ചേർക്കുവാൻ, ക്രിസ്തുവിൽ സമ്പാദിച്ച സഭയെ വീണ്ടെടുക്കുവാൻ മധ്യാകാശ വെളിപ്പെട്ട് വരുമ്പോൾ ആ വെളിപ്പാടിനെ വേണ്ടുവണ്ണം മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യാതെ നിത്യത മുതൽ നിത്യത വരെയും പുത്രനായും പിതാവായും പരിശുദ്ധാത്മാവായും 3 വ്യക്തിത്വങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ദൈവങ്ങളിൽ ഒരുവനായി മാത്രം ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ഒരു ദൈവിക സിദ്ധാന്തത്തിന്റെ അനുവാചകരായി അല്ലെങ്കിൽ അതിന്റെ വിശ്വാസികളായി ഇന്നത്തെ ആത്മീയ ലോകം മുഴുവൻ അധപ്പതിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയും തന്നെക്കുറിച്ചാണ് എല്ലാം എഴുതിയിരിക്കുന്നതെന്ന് യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 44-45 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ പഴയ നിയമത്തെ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എല്ലാ സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളതെന്ന് യേശു തന്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നാം ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള ഗ്രന്ഥങ്ങളിൽ എവിടെയും യഹോവയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും എഴുതിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെയെല്ലാം എഴുതിയിരിക്കുന്ന യഹോവ ഇസ്രായേലിന്റെ രാജാവ്, യഹോവ ഇസ്രായേലിന്റെ രക്ഷിതാവ്, യഹോവ ഇസ്രായേലിന്റെ ഭർത്താവ്, യഹോവ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ, യഹോവ ഇസ്രായേലിന്റെ ദൈവം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് മുഴുവൻ യഹോവ എന്നുള്ള പദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ പുനരുദ്ധാനത്തിന് ശേഷം തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് അവരോട് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ മോശയും പ്രവാചകന്മാരും എല്ലാ സങ്കീർത്തകന്മാരും തന്നെ കുറിച്ചാണ് അല്ലെങ്കിൽ എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ അവകാശവാദം ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ
യഹോവ എന്ന ടൈറ്റിലിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം എന്നെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, പത്രോസ് പറയുന്ന കാര്യങ്ങൾ മാനുഷികമാണെന്ന് പറയുന്നവർക്ക് ഈ വാക്യത്തിന് ഒരു മറുപടി ഉണ്ടോ എന്നുള്ളതാണ് JC&SDയിലെ പ്രവർത്തകരായ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. ജ്ഞാനം എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ മുതൽ കാണുന്ന ദൈവസഭയിൽ, യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട ദൈവസഭയിൽ നിവർത്തിക്കപ്പെട്ട് കാണുന്ന മുഴുവൻ സ്നാനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ളതാണ് എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി പഠിപ്പിക്കുകയും തെളിവായി രേഖപ്പെടുത്തപ്പെട്ട് കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചോദ്യചിഹ്നമായി ടൈറ്റിൽ ബാപ്റ്റിസം നടത്തുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ വേഗത്തിൽ ഈ തിരുവെഴുത്തുകളെ പത്രോസും ശേഷം അപ്പോസ്തലന്മാരാലും നടത്തപ്പെട്ട സ്നാനത്തെ മനുഷ്യരുടെ സ്നാനമെന്നും മത്തായി 28:19 സ്നാനത്തെ മാത്രം അത് യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയെന്നും ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു തന്നെ താൻ പറയുകയാണ്, പഴയ നിയമത്തിൽ യഹോവ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ കുറിച്ചാണ്, തന്നെ കുറിച്ചാണ് ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, അത് എന്തൊക്കെ എന്നുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. കേവലം സംസാരിച്ചു പോകുകയല്ല, റഫർ ചെയ്ത് പോവുകയല്ല. ആ യാത്രയിൽ അല്ലെങ്കിൽ അവരോടൊപ്പം ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, ന്യായപ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ യേശു ക്രിസ്തുവിനെ സ്വയം അവരോട്, തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് എന്നെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു മാത്രമാണ് ദൈവമെന്ന്. അപ്പോൾ നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു എന്ന ദൈവ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗോഡ് എന്നാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ആണ് ദൈവത്തിന്റെ മർമ്മം. അപ്പം ഒരു മിസ്റ്ററി എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു മർമ്മമാണ്, അല്ലെങ്കിൽ ഒരു രഹസ്യമാണ്. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തുവിന് ഞാൻ തന്നെയാണ് യഹോവ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാക്കിയത് യേശു ക്രിസ്തു ആണ് എന്ന് ദൈവദാസന്മാരാണെന്ന് അവകാശപ്പെടുന്ന പലരും സംസാരിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ബുദ്ധിയുടെ നിലവാരം എവിടെയാണ്? ബൈബിൾ സാക്ഷിമൊഴികളാൽ ബന്ധിക്കപ്പെട്ട്, അല്ലെങ്കിൽ സാക്ഷികളുടെ മൊഴികളുടെ മേൽ മൊഴികളായി ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് തിരുവെഴുത്തുകൾ എന്ന് വ്യക്തമായി തിരുവെഴുത്തുകൾ പറയുന്നു. യെശയ്യാവ് 34:16 പറയുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പിൻ, അതിൽ ഒന്നും കാണാതിരിക്കയില്ല. എന്തുകൊണ്ടാണ് ബൈബിൾ സെർച്ച് ഇൻ ദ ബുക്ക് ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പിൻ എന്ന് പറഞ്ഞു? എന്ന് വെറുതെ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ അന്വേഷിച്ച് വായിക്കുക എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഒന്നും കാണാതെ പോകുകയില്ല, ഒന്നും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാം ഇണവാക്യങ്ങളാൽ പരസ്പര പൂരകമാക്കി എഴുതപ്പെട്ടിരിക്കുന്നു. അത് യെശയ്യാവ് 22 പറയുന്നത് പോലെ ചട്ടത്തിന്മേൽ ചട്ടമായും സൂത്രത്തിന്മേൽ സൂത്രമായും ഇവിടെ അല്പവും അവിടെ അല്പവുമായി തിരുവെഴുത്തുകളിൽ ചിതറിക്കിടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ ആത്മാവിനാലാണ് ദൈവം ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി വിശുദ്ധ വേദഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരുന്ന ഇസ്രായേലിന്റെ മെസ്സിഹ, ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലിന്റെ ഭർത്താവ്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ, ആ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു പോകുന്ന അതേ യഹോവ തന്നെയാണ് പൗലോസിന്റെ ഗലാത്യ ലേഖനത്തിന് എഴുതിയിരിക്കുന്ന കത്തിൻ പ്രകാരം ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ച്
ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ ജഡത്തിൽ പ്രത്യക്ഷനായ യേശു ക്രിസ്തു എന്ന് വചനം സ്പഷ്ടമായി പറയുന്നു. എന്താണ് ദൈവമർമ്മം? ആക്ച്വലി ദൈവമർമ്മം എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി യേശു തന്നെ യോഹന്നാൻ 4:24 പറഞ്ഞു, ദൈവം ആത്മാവാണ്. അപ്പോ ദൈവത്തെ കേവലം ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുന്ന തരത്തിലുള്ള ഒരു മനുഷ്യന് ഉള്ളതുപോലുള്ളൊരു പിതാവായും യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരത്തിലുള്ള മനുഷ്യനായും അതേ നിലവാരമുള്ള മറ്റൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവായും പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ആണ് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാതിരിക്കുക. കാരണം ദൈവത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ ധന്യനായ ഏകാധിപതിയാണ്, മനുഷ്യരാരും കണ്ടില്ലാത്തവനാണ്, കാണാൻ കഴിയാത്തവനാണ്. അവൻ ആ പ്രത്യക്ഷത വരുത്തുമെന്ന് തിമോത്തി 6:15-16 പറയുന്നു. പഴയ നിയമത്തിലും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. മോശ ദൈവത്തിന്റെ മഹത്വം കാണണമെന്ന് പറഞ്ഞപ്പോൾ മോശയെ ദൈവം ഒരു പാറയുടെ പടർപ്പിൽ നിർത്തിയിട്ട് തന്റെ പിൻഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. എന്നാൽ അതേ ദൈവം തന്നെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പലപ്പോഴും മനുഷ്യർക്ക് ദൃശ്യമാകുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും. ഏദൻ തോട്ടത്തിൽ സൃഷ്ടികർത്താവായി ജഡത്തിൽ പ്രത്യക്ഷനാകുന്നു, ായി കുറെ പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷമാകുന്നു. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് മനുഷ്യജടത്തിൽ പ്രത്യക്ഷമാകുന്നു. ഇസ്രയേലിൽ ബത്ലഹേമിൽ ജനിച്ച് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു പുത്രൻ എന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നു. അപ്പം ദൈവത്തിന് ഇതൊന്നും സാധിക്കുകയില്ല എന്ന് മനുഷ്യൻ ഒരു പ്രമാണമുണ്ടാക്കി അവതരിപ്പിക്കുക. എന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ധാരാളമുണ്ട്. മനുഷ്യന്റെ ചിന്തയ്ക്കും ഭാവനയ്ക്കും അപ്പുറമായി എളിമയിൽ വർത്തിക്കുന്ന, മനുഷ്യനേക്കാൾ താഴ്ന്ന നിലയിലേക്ക് തന്റെ പ്രവർത്തനത്തെ ഒരു മനുഷ്യൻ എന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വീണ്ടെടുക്കുവാൻ കഴിയും വിധത്തിൽ തന്നെ തന്നെ ശൂന്യമാക്കി, തന്നെ തന്നെ ഒഴിവാക്കി, തന്നെ തന്നെ വിട്ടേച്ച് ത്യജിച്ചിട്ട് ഈ ലോകത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വരുവാൻ കഴിയുമെങ്കിൽ ആ താഴ്മ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും ദൈവത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ദൈവമർമ്മത്തിന്റെ ആകത്തുക തന്നെ മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അദൃശ്യനും തേജോമയനുമാണ് ദൈവം. അവൻ ആത്മാവാണ് എന്നുള്ളതാണ് ദൈവമർമ്മത്തിന്റെ ഏറ്റവും വലിയ കാതൽ. അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്തെന്ന് വെച്ചാൽ, ആ ദൈവം ജഡത്തിൽ പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ദൈവമർമ്മത്തിന്റെ ശ്രേഷ്ഠമായ ഭാഗം. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത, കണ്ടിട്ടില്ലാത്ത തേജോമയനായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം, പിതാവായ ദൈവം, സകല ആത്മാക്കളുടെയും ഉടയവനായ ദൈവം, മക്കൾ ജഡത്തിലും രക്തത്തിലും വന്ന് പാപം ചെയ്ത് ജഡരക്തത്തിൽ പാപികളായി പാപത്തിന്റെ അടിമയായ ഉടമയായ പാപത്തിന്റെ അധികാരിയായ പിശാചിനെ, മരണാധികാരിയായ പിശാചിനെ അവന്റെ അടിമത്തത്തിൽ നിന്ന്, ദാസ്യത്തിൽ നിന്ന് വിടുവിച്ച് ദൈവപുത്രന്മാരുടെ അവകാശത്തിലേക്ക് നടത്തേണ്ടതിന് ദൈവം ഒരു ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു എന്ന് അനേക തിരുവെഴുത്തുകളിലൂടെ തെളിയിക്കുവാൻ നമുക്ക് കഴിയും. എബ്രായ ലേഖനം 2:14 അതിനെ വ്യക്തമാക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച് ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞവരെയൊക്കെയും വിടുവിച്ചു. അപ്പൊ പിശാചിന്റെ ഏദൻ തോട്ടത്തിലെ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം, നിത്യമായ വേർപാട് എന്ന എറ്റേണൽ സെപ്പറേഷൻ എന്ന മരണം വഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ തള്ളപ്പെട്ടു പോയ മനുഷ്യനും ആ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കേണ്ടതിന് മനുഷ്യന്റെ പിതാവായ സൃഷ്ടികർത്താവായ ദൈവം തന്നെത്താൻ കാലസമ്പൂർണതയിൽ ഒരു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു വരും എന്നുള്ള പ്രവചനം മനുഷ്യന്റെ വീഴ്ചയുടെ നാളിലെ തന്നെ ദൈവം
പ്രസ്താവിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തന്റെ പ്രവചനങ്ങളെ, തന്റെ വാഗ്ദത്തങ്ങളെ ഒരിക്കലും മറക്കുന്നില്ല. ദൈവം അരുളിച്ചതൊക്കെ നിവർത്തിക്കുന്ന ദൈവമാകുന്നു. അവൻ അവസാനത്തെ ആദ്യമേ അറിയുന്ന ദൈവമാണ്. എന്താണ് വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്, താൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യുവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ താൻ നന്നായി അറിയുകയും തന്റെ പ്രവാചകന്മാരിലൂടെ അത് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നിവർത്തീകരണം ഇന്നോളം നാം കണ്ടുവരികയാണ്. ചിലത് നമ്മുടെ കൺമുമ്പിൽ നിറവേറുകയാണ്. എന്നാൽ ശേഷിക്കുന്ന ചിലത് നിറവേറാൻ പോകുന്നു എന്നുള്ളത് കാലചക്രം ഇന്ന് ഈ തലമുറ തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. അതിന് നമുക്ക് മുന്നോടിയായി ഇസ്രായേൽ എന്ന ഘടികാരം നമ്മളുടെ ക്ലോക്കായി, നമ്മുടെ സമയസൂചികയായി നമ്മുടെ മുമ്പാകെ ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. യേശുക്രിസ്തു ദൈവമാണ്, അതൊരു മർമ്മമാണ്. ആ മർമ്മം ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വരുന്നു, അല്ലെങ്കിൽ ജഡത്തിൽ ദൈവം വരുമ്പോൾ ആ ജഡത്തിൽ ദൈവം ഇരിക്കുന്നു എന്നുള്ളതാണ് ദൈവപുത്രൻ. അപ്പൊ ദൈവം ജഡത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ്. ദൈവം ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യരാരും കാണാൻ കഴിയാത്ത ദൈവത്തിന്റെ അസ്തിത്വമാണ്. അപ്പോൾ കാണാൻ കഴിയാത്ത ദൈവം മനുഷ്യനെ കാണാൻ കഴിയുക മാത്രമല്ല, മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് ഒരു ശരീരത്തിൽ വന്ന് മനുഷ്യന്റെ കഷ്ടങ്ങളും പാപങ്ങളും ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നുകൊണ്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെ മേലും പകരുന്നു. ഇതാണ് ദൈവമർമ്മത്തിന്റെ അതിശ്രേഷ്ഠമായ ഭാഗം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്തിനു വേണ്ടി ദൈവം ഇതൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എഫേസ് ലേഖനത്തിൽ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 12 മുതൽ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. എഫേസൂസിലെ സഭയോട് പൗലോസ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ക്രിസ്തുവിന്റെ പൂർവ്വ അസ്തിത്വം എന്ന് വെച്ചാൽ അത് യഹോവയാണെന്നും ആ കാലഘട്ടങ്ങളിൽ ജാതീയ സമ്പ്രദായത്തിൽ ജീവിച്ചിരുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ പൗരതയോട് സംബന്ധം ഇല്ലാത്തവരും വാഗ്ദത്തങ്ങൾക്കും നിയമങ്ങൾക്കും അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കേവലം എഫേസൂസിലെ സഭയ്ക്ക് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ യോഗ്യമായിരുന്നത് ഇന്നത്തെ ജാതീയ സഭകളായ നമുക്ക് ഓരോരുത്തർക്കുമാണ്. അവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി ആക്കി സൃഷ്ടിപ്പാനും ക്രൂസിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കുവാൻ ആക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരൂപിപ്പാനും തന്നെ. അപ്പോ സഭ എന്ന ക്രിസ്തുവിന്റെ ആത്മീയ ശരീരത്തിലേക്ക് ജാതികളും ക്രിസ്ത്യാനികളുമായിരുന്നു, അല്ലെ ജാതികളും യഹൂദനുമായിരുന്ന ജനത്തെ കാൽവരി ക്രൂസിൽ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി തന്നെ ഹോമിക്കുക വഴി അവൻ ദൈവത്തോട് സമാധാനം സ്ഥാപിച്ചു, ദൈവത്തോട് നിരപ്പിച്ചു. 2 കൊരിന്ത്യർ 5:19 പറയുകയാണ്, ദൈവം ക്രിസ്തുവിലിരുന്ന് ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അപ്പൊ ദൈവമർമ്മത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം പാപിയായ മനുഷ്യനെ ക്രിസ്തുവിൽ ദൈവം തന്നോട് നിരപ്പിക്കുന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായ ഒരു മാനുഷിക പ്രവർത്തികൾ കൊണ്ടും സൃഷ്ടികർത്താവായ ദൈവത്തോട് മനുഷ്യന് നിരപ്പ് പ്രാപിക്കാൻ കഴിയാതെ വന്നപ്പോൾ സൃഷ്ടികർത്താവായ അതേ ദൈവം തന്നെ ക്രിസ്തു എന്ന ജഡത്തിൽ മനുഷ്യന് വേണ്ടി പാപപരിഹാരമായി യാഗമായി അർപ്പിക്കുക വഴി തന്റെ ജഡരക്തങ്ങളുടെ ഹോമത്തിലൂടെ, അല്ലെങ്കിൽ ജഡരക്തങ്ങളെ മനുഷ്യജാതികളുടെ വീണ്ടെടുപ്പിനായി
പാപപരിഹാരയാഗമായി നൽകുക വഴി തൻ്റെ മാംസരക്തങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്ത രക്ഷയിലൂടെ ദൈവം മനുഷ്യനെ ക്രിസ്തുവിൽ തന്നോട് ചേർത്തു, ഐക്യപ്പെടുത്തി, ഒന്നാക്കി തീർത്തു. അപ്പൊ ദൈവമർമ്മത്തിന്റെ ഈ കാതലിനെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെ ഏറെ സംസാരിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരൊക്കെ അവരുടെ പ്രവചന കാലഘട്ടത്തിൽ ഈ ക്രിസ്തു ആരായിരിക്കും, അവൻ വരുമ്പോൾ എവിടെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ധാരാളം പ്രവചനങ്ങൾ അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തപ്പോൾ അവര് 1 പത്രോസ് 1:10 നാം അങ്ങനെ വായിക്കുകയാണ്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അപ്പോ മനുഷ്യന് വരുവാനുള്ള ഈ രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും ഇത് എപ്പോഴാണ് സംഭവിക്കുക, ആരാണ് ഈ ക്രിസ്തു എന്നുള്ളത് ആരാഞ്ഞ് അന്വേഷിച്ചു പോന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് വായിക്കാൻ കഴിയും. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അവരുടെ എല്ലാം ഏറ്റവും വലിയ ചിന്താ വിഷയമായിരുന്നു ക്രിസ്തു. ആരാണ് ക്രിസ്തു? എന്താണ് ക്രിസ്തു? ക്രിസ്തു എന്ന് വരും? എപ്പോൾ വരും? അവൻ എന്തു ചെയ്യും? അവന്റെ മരണത്തിലൂടെ അവൻ സാധിക്കുന്ന രക്ഷ ആർക്കാണ് ലഭിക്കുന്നത്? എന്താണ് ആ രക്ഷാ പദ്ധതി എന്നുള്ളത് പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും ആരാഞ്ഞു നോക്കി അന്വേഷിച്ചു പോന്നിരുന്നു. അവർ അന്വേഷിച്ചു പോന്നു. എന്നാൽ അവർക്ക് മനസ്സിലായി അത് അവർക്കുള്ളതല്ല, നിങ്ങൾക്കായിട്ടത്രേ. കൃപയാൽ നാം ജീവിക്കുന്ന ഈ തലമുറയിൽ ഏറിയ പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചത്, കേൾക്കാൻ ആഗ്രഹിച്ചത്, അവർക്ക് കാണാനും കേൾക്കാനും കഴിയാതെ പോയത് ഇന്ന് വളരെ സ്പഷ്ടമായി ദൈവത്തിന്റെ ആത്മാവ് ഈ തലമുറയിൽ വെളിപ്പെടുത്തുമ്പോൾ, ചുരുങ്ങിയ പക്ഷം JCNDSD എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ സത്യത്തെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അപേക്ഷ, ഇത് പറയുന്നത് ഞങ്ങളാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇതിനെ തള്ളിക്കളയാതെ നിങ്ങൾ എല്ലാ തിരുവെഴുത്തുകളും പരിശോധിച്ചിട്ട്, ഞങ്ങൾ തിരുവെഴുത്തുകളുടെ പിൻബലമില്ലാതെയോ ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നിട്ടോ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ സംസാരിക്കുന്ന ഈ സത്യങ്ങൾ ഈ കാലഘട്ടത്തിന്റെ കാഹളധ്വനിയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് രക്ഷയ്ക്കുള്ള മാർഗമാണ് ദൈവത്താൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നല്ല തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ സത്യത്തെ നിങ്ങളോട് തുറന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കേവലം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഒരു കാര്യമല്ല. ഇതിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് പൂർണ്ണമായും ഇത് പ്രവാചകന്മാരും സങ്കീർത്തകന്മാരും ന്യായപ്രമാണ കർത്താക്കന്മാരും ഒരുപോലെ പ്രത്യാശ വച്ചിരുന്ന കാര്യമാണ്, ഒരുപോലെ സംസാരിച്ചിരുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 43-ാമത്തെ വാക്യത്തിലും ഇതിന്റെ നമുക്ക് സ്പഷ്ടമായ ഒരു വിവരണം കാണാൻ സാധിക്കും. 10:43 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെയാണ് പാപമോചനം ലഭിക്കുന്നതെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇപ്പൊ പ്രവാചകന്മാരാലും അപ്പോസ്തലന്മാരാലും എഴുതപ്പെട്ടതും സങ്കീർത്തനന്മാരാൽ സംസാരിക്കപ്പെട്ടതും യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടതുമായ ദൈവിക രക്ഷാ പദ്ധതി അത് പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചകന്മാരിലൂടെ യഹോവയായ ദൈവം സംസാരിച്ചതിന്റെ നിവർത്തീകരണമാണ്. അതാണ് ദൈവം ജഡത്തിൽ എന്ന ദൈവമർമ്മം. യേശുക്രിസ്തു എന്ന ദൈവമർമ്മം എന്ന് വെച്ചാൽ ദൈവം ജഡത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ദൈവമർമ്മം. അപ്പോ ജഡത്തിൽ വന്നത് ദൈവത്തിൽ ഒരുവനല്ല, സാക്ഷാൽ ദൈവം തന്നെയാണ്. അതാണ് ദൈവമർമ്മം. തൃത്വത്തിൽ രണ്ടാമൻ ജഡമെടുത്തു എന്ന് പറയുന്നതിനകത്ത് ഒരു ദൈവമർമ്മമില്ല. കാരണം അദൃശ്യനായ, മനുഷ്യരാരും കാണാൻ കഴിയാത്ത, കണ്ടിട്ടില്ലാത്ത, തേജോമയനായ, സൃഷ്ടികർത്താവായ, പിതാവായ അതേ ഏക ദൈവം തന്നെ മനുഷ്യരക്ഷയ്ക്കായി പ്രവാചക തിരുവെഴുത്തുകളിലൂടെ സംസാരിക്കപ്പെട്ട തിരുവെഴുത്തുകളെ നിവർത്തിച്ചുകൊണ്ട് കാലസമ്പൂർണതയിൽ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ
മനുഷ്യനായി വിളങ്ങി ക്രൂസിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി എന്ന് സ്പഷ്ടമായി ബൈബിൾ പഠിപ്പിക്കുന്ന ഈ സത്യങ്ങൾ, ഈ യഥാർത്ഥ തിരുവെഴുത്തുകളെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം, അതാണ് യഥാർത്ഥ ദൈവിക മർമ്മത്തിലേക്കുള്ള ചുവടുവയ്പ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ ക്രിസ്തു എന്ന് പ്രസ്താവിക്കാൻ കഴിയില്ല എന്ന് ദൈവവചനം പറയുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിഷിക്തനാണ്. ക്രിസ്തു എന്ന് വെച്ചാൽ മെസ്സിഹയാണ്. മെസ്സിഹ മറ്റാരുമല്ല, സൃഷ്ടികർത്താവായ അതേ ദൈവം തന്നെയാണ്. യെശയ്യാവ് 25:9 44:6 താൻ നടത്തുവാൻ പോകുന്ന രക്ഷയെ സംബന്ധിച്ച്, താൻ രക്ഷിതാവായി വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടുന്നതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അത് തനിക്ക് ശേഷമോ തനിക്ക് മുമ്പോ ഒരു ദൈവമില്ലെന്ന് യെശയ്യാ 43:10-11 വ്യക്തമാക്കുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്ന അതേ ദൈവം തന്നെയാണ് ക്രിസ്തു എന്ന ജഡത്തിൽ വസിച്ചുകൊണ്ട് മാനവജാതിയുടെ രക്ഷ സാധിച്ചതെന്നും അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്നും ആത്മാവായ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു എന്നും ഈ മർമ്മം ആരളിയ ഏറിയ പ്രവാചകന്മാരും ആരാഞ്ഞു നോക്കിയ മർമ്മമാണെന്നും, എന്നാൽ അവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും അത് ആരാണ് അല്ലെങ്കിൽ ഏത് കാലത്താണ് എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളത്. ഏറിയ പ്രവാചകന്മാരും നിങ്ങൾ കാണുന്ന കാണാൻ ആഗ്രഹിച്ചു, നിങ്ങൾ കേൾക്കുന്ന കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും അവർ കേട്ടില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും നിങ്ങളോട് പറയുവാനുള്ളത്, JCNDSലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും യേശു ക്രിസ്തു പിതാക്കന്മാർ സേവിച്ചു വന്ന യഹോവയായ ദൈവമാണെന്നും ആ ദൈവം തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ ജഡത്തിൽ പ്രത്യക്ഷമായ ദൈവമാണെന്നും സ്വന്തം ബുദ്ധിയുടെ മണ്ഡലം വിട്ട് ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് സത്യദൈവത്തിന്റെ യഥാർത്ഥ അരുളപ്പാടുകളെ ഈ അന്ത്യകാലത്ത് കേൾക്കാൻ ലഭിക്കുന്ന ഈ സത്യങ്ങളെ കേട്ട് അനുസരിച്ച് നിങ്ങളെ നിത്യത ഉറപ്പാക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.